ശ്യാംരാജ്, ഇങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നു, അത് ലോകം അറിയുന്നത്, ഇന്ത്യക്കാരെല്ലാം അറിയുന്നത് അമേരിക്ക ഇത് സമൂഹ മാധ്യമങ്ങളിൽ അറിയിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ത്യ ഇതുവരെ ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ കാശ്മീരിൽ വേണ്ട എന്നുള്ള നിലപാടെടുക്കുകയും ഞങ്ങൾ തേർഡ് പാർട്ടി ആകാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പരിഹരിക്കാമെന്ന് ട്രംപ് മുന്നോട്ട് വെക്കുകയും അതിനകത്ത് ഇന്ത്യ എന്ത് നിലപാടാണ് പറഞ്ഞതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ആ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ വെടിനിർത്തൽ മധ്യസ്ഥം വഹിച്ചു എന്നുള്ള അവകാശം വരുന്നത്. കോൺഗ്രസ് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ അർത്ഥമുള്ളതല്ലേ? അത് ഏത് തരത്തിലാണ് BJP കാണുന്നത്? അപർണ, ആ ചോദ്യത്തിൽ ഒരർത്ഥമില്ല. നോക്കൂ, ഇത് ട്രംപ് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിലുള്ള വിടുവായത്തരങ്ങൾ പറയുന്നത്. ട്രംപ് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ധാരാളം വിടുവായത്തരം പറഞ്ഞിട്ടുണ്ട്. ഇതിന് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ഈ നിലവിലെ ഈ പഹൽഗാമിന് ശേഷം ഉണ്ടായുള്ള നമ്മുടെ പ്രത്യാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഇന്ത്യ എത്രയോ രാജ്യങ്ങൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർ ഇന്ത്യ ഈ രാജ്യത്ത് വന്നിട്ടുണ്ടായില്ലേ? UAE ആളുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ടായില്ലേ? റഷ്യ നമ്മളെ സമീപിച്ചിട്ടുണ്ടായില്ലേ? അമേരിക്ക സമീപിച്ചിട്ടുണ്ടായില്ലേ? അങ്ങനെ ലോകരാജ്യങ്ങൾ മുഴുവനും നമ്മുടെ രാജ്യത്തെ സമീപിച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു വെടിനിർത്തൽ വേണം, അല്ലെങ്കിൽ ഇതൊരു എസ്കലേഷനിലോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട് നിരവധിയായിട്ടുള്ള രാജ്യങ്ങൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അതിൽ ഒരു രാജ്യമാണ് അമേരിക്ക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പാകിസ്ഥാന് IMF-ൽ നിന്നുള്ള ആ സഹായധനം കിട്ടണമെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു വെടിനിർത്തൽ വേണമെന്ന് അമേരിക്ക അവരോട് പറഞ്ഞിട്ടുണ്ടാവാം. അവർക്ക് മേലെ, പാകിസ്ഥാന് മേലെ അവരൊരു പ്രഷർ ചെലുത്തിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ ആ പാകിസ്ഥാന് മേലെ ചെലുത്തിയ ഒരു പ്രഷറിന്റെ ഫലമായിട്ടായിരിക്കും ഈ പറയുന്നതെല്ലാം ഉണ്ടായിട്ടുണ്ടാകുന്നത്. ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ കഴിയില്ല വസന്ത, ഞാൻ പറയുന്നേക്ക്, നിങ്ങൾ ഇടയ്ക്ക് പറയട്ടെ, നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറയേ. വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുണ്ടായിട്ടുള്ള അപ്പോ ഇന്നലെ പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പില് ഒരു എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ് ഉണ്ടായിട്ടില്ലെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുറത്തു നിന്നുള്ള ഒരു രാജ്യത്തിന്റെയും ഒരു രീതിയിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വസന്ത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറയുന്ന ആവശ്യപ്പെടുന്ന ആളുകൾ തന്നെ വന്നിട്ട് പറയണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. വിദേശകാര്യ മന്ത്രാലയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന് പുറത്തു നിന്നുള്ള യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാതെ പോകാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് ഇവിടെ ഇന്ദിരാഗാന്ധി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇന്ന് രാവിലെ വരെ ഇവർ ഇന്ദിരാഗാന്ധിയോട് എന്തോ മഹത്വവൽക്കരിച്ചുകൊണ്ട് കുറെ നേരമായിട്ട് ഈ കോൺഗ്രസ്സുകാർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. 1971 ആ യുദ്ധത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ആ 71 യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ള ഒരു ഗുണം എന്താണ്? നിങ്ങളൊന്ന് പറയുക. ഇവിടെ നമ്മൾ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്ന സിലിഗുരി എന്ന് പറയുന്ന ആ ഇടനാഴിയിൽ വെറും 22-24 കിലോമീറ്ററുകൾ മാത്രം വിട്ടുള്ള ഒരു ഏരിയ, അവിടെ ഒരു അല്പം വീതി കൂട്ടാനെങ്കിലും നമ്മൾ പാകിസ്ഥാനെ പൂർണ്ണമായിട്ട്, നമ്മുടെ സശക്തരായിട്ടുള്ള നമ്മുടെ പട്ടാളം ആ പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് കീഴടക്കിയ സമയത്തെങ്കിലും ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടോ? ആ കാലഘട്ടത്തിൽ, കോൾഡ് വാർ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു വശത്ത് USSRും ഒരു വശത്ത് അമേരിക്കയും ഉണ്ടായ സമയത്ത് നമ്മൾ അമേരിക്കയ്ക്ക് എതിരായിരുന്നേ. ആ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് പറയാൻ വേണ്ടി സാധിക്കുമെന്നേ. അതിനപ്പുറത്തേക്ക് എന്ത് മലമറിച്ചു നിങ്ങൾ ഈ പറയുന്നത്? ആ സമയത്ത് മനേഷയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ സൈന്യം തിരിച്ചടിച്ചു എന്നുള്ളതുള്ളതും പിടിച്ചെടുത്തു എന്നുള്ളതും സത്യമാണ്. അതിനപ്പുറത്തേക്ക് ഇന്ദിരാഗാന്ധിയുടെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങളെന്താ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് മാത്രം പറയുന്നത്? നിങ്ങളെന്താ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയാത്തത്? ഒരു വിശ്വപൗരനാകാൻ വേണ്ടിയിട്ട് പോയിട്ട് അതോടെ പറയട്ടെ, ഒരൊറ്റ കാര്യം, ലോക നേതാവാകാൻ വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു പോയിട്ട് എന്താ സംഭവിച്ചത്? ഇന്ത്യ ചീന ബായ് ബായ് എന്ന് പറഞ്ഞിട്ട് എന്താ അവസ്ഥ സംഭവിച്ചത്? ഇപ്പൊ എങ്ങനെയാണെന്ന് നമ്മുടെ രാജ്യത്തിന്റെ ജമ്മു കാശ്മീരിന്റെ 3 ഭാഗം എങ്ങനെ ചൈന തട്ടിക്കൊണ്ടുപോയത്? ഈ അക്സായ് ചീൻ എന്ന് പറയുന്ന പ്രദേശം എങ്ങനെയാണ് ഇന്ത്യയിൽ കയ്യിൽ പോയത്? നിങ്ങൾ കൊണ്ട കൊടുത്തതാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ നേതാക്കന്മാര്, നമ്മുടെ പ്രധാനമന്ത്രിമാര് കൊണ്ട കൊടുത്തതാണ്. പറയുന്നത് തടസ്സപ്പെടുത്തിയിട്ട് കാര്യമില്ല. പറയാനുള്ളത് കേൾക്കും. നിങ്ങള് പറയാനുള്ളത് വെറുതെ രാഷ്ട്രീയം പറയരുത്. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഈ പറയുന്ന ഇന്ദിരാഗാന്ധി ആണെങ്കിലും ഈ രാജ്യത്തിന്റെ സ്വത്തും സ്ഥലവും നഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. 71 ഇതിൽ 3,500-4,000-ഓളം സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു. 54ഓളം പറയുന്ന ആളുകൾ അവർ പിടിച്ചുകൊണ്ടുപോയിട്ട് അവർ എവിടെയെന്ന് പോലും നമുക്ക് അറിയില്ല ഇന്നും. BJP പറയുന്ന വിഷയം ഒരെണ്ണമുണ്ടല്ലോ. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം പറയുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ പോലും, ശശി തരൂരോ P ചിദംബരമോ പോലും ആ നിലപാട്, കോൺഗ്രസ് മറ്റ് നേതാക്കന്മാർ പറയുന്ന നിലപാടല്ല, BJP പറയുന്ന നിലപാടാണ് ശരിവെക്കുന്നത്. ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതിൽ ഭിന്നാഭിപ്രായമുണ്ട് കോൺഗ്രസിനകത്ത്. വസന്ത്, കോൺഗ്രസിനകത്ത് എല്ലാ വിഷയത്തിലും ഭിന്നാഭിപ്രായം ഉണ്ടാവും. കാര്യം ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്, ഇതൊരു കേഡർ പാർട്ടിയല്ല. പാർട്ടിയുടെ അവസാനത്തെ നിലപാട് പറയുന്നത് ഒന്നെങ്കിൽ AICC പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ CWC ആയിരിക്കും. ഞങ്ങളുടെ നിലപാട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു.
ഞങ്ങൾ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു ഇന്നലെ വരെ. പക്ഷേ അമേരിക്കൻ വൈറ്റ് ഹൗസിന്റെ തിണ്ണയിൽ കൊണ്ടുപോയി ഇന്ത്യൻ ആത്മാഭിമാനം പണയം വെച്ചിട്ട് അന്ന് സാമനേഷിയാണ്, ഇന്ദിരാഗാന്ധി അല്ല. ഇന്നപ്പോ സോഫിയ ഖുറേഷി ഒന്നുമല്ല. ഇന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നടത്തിയ 54 നെഞ്ചളവ് ഇഞ്ചിന്റെ കഥ, അത് അങ്ങ് നിങ്ങൾ ഈ വൈറ്റ് ഹൗസിന്റെ തിണ്ണയുണ്ടല്ലോ അവിടെ പോയി പറഞ്ഞാൽ മതി. ആ തിണ്ണയിൽ പോയി ട്രംപേ ട്രംപേ എന്ന് വിളിച്ച് തൊഴുതു വണങ്ങി അവിടെ പോയി ആ വൈറ്റ് ഹൗസിന്റെ തിണ്ണയിൽ പോയി ആ കഥ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇന്ത്യൻ ആത്മാഭിമാനത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ചരിത്രത്തിൽ എങ്ങനെയാണ് അമേരിക്ക ഒറ്റ കക്ഷിയായിരുന്ന സമയത്ത് അവരെ ഉറപ്പിച്ചു നിർത്തിയതെന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം കൂടി പറയണം വസന്തേ, പറഞ്ഞു മനസ്സിലാക്കണം. ഈ ഇന്ത്യ ചൈന ബായ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന് എത്ര ഏക്കറാ നിങ്ങൾ കൊണ്ട് കൊടുത്തത് അങ്ങോട്ട്? ഈ രാജ്യത്തിന്റെ നഷ്ടപ്പെട്ട ഓരോ തരിമണ്ണും, ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ട ഓരോ തരിമണ്ണും നിങ്ങൾ കൊണ്ട കൊടുത്തതാണെന്നേ. ഇത് വെറുതെ ഇരുന്ന് വാചകം അടിച്ചിട്ട് കാര്യമില്ല. ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ട ഓരോ തരിമണ്ണും ജവഹർലാൽ നെഹ്റു കൊണ്ട കൊടുത്തതാണ്, ഇന്ദിരാഗാന്ധി കൊണ്ട കൊടുത്തതാണ്. മനസ്സിലായോ? ഇവിടെ അധിക നാളൊന്നും പുറകിലോട്ട് പോകണ്ട. AK ആന്റണി എന്ന് പറയുന്ന അല്ല പറയട്ടെ, AK ആന്റണി എന്ന് പറയുന്ന കേരളത്തിൽ നിന്നൊരു പ്രതിരോധ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? അതിർത്തിയിൽ റോഡ് പണിതിട്ടുണ്ടെങ്കിൽ ആ ശത്രുക്കൾക്ക് കയറി വരാൻ എളുപ്പമാകും പോലും, അങ്ങനെ അതിർത്തിയിലെ റോഡ് പണി പോലും വേണ്ടെന്ന് വെച്ചിട്ടുള്ള ഒരു സർക്കാരാണ് ഇവിടെ കിടന്നിട്ട് ഈ രാജ്യത്തെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത്. കൊണ്ടുപോയി വാതുക്കൽ കെട്ടിവെച്ചത്, ചൈനയുടെ വാതുക്കൽ കെട്ടിവെച്ചത്, ഈ രാജ്യത്തിന് ആത്മാഭിമാനം പണയം വെക്കാൻ തുടങ്ങിയത് നിങ്ങളാണെന്നേ. അതിന്റെ ചരിത്രം നിങ്ങൾക്ക് വഴങ്ങും, ഞങ്ങൾക്ക് ആ ചരിത്രം ഒന്നും വഴങ്ങില്ല വസന്തേ. അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. അത് ചൈന അരുണാചലിൽ ഉണ്ടാക്കുന്ന സെറ്റിൽമെന്റുകളെ പറ്റി എന്താ ഇന്ത്യയുടെ നിലപാട്? ഇപ്പോ 2014 ശേഷമാണ് ഇന്ത്യ ഉണ്ടായത്, സ്വയംഭൂവായതാണ്. പുല്ല് മുളയ്ക്കാത്ത ഇടമെന്ന് പറഞ്ഞു ഞങ്ങളാണോ? അക്സൈറ്റിനെ കുറിച്ചിട്ട് പുല്ല് മുളയ്ക്കാത്ത ഇടമെന്ന് പറഞ്ഞു ഞങ്ങളാണോ? നിങ്ങളുടെ നേതാവ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഈ രാജ്യത്തിന്റെ ഒരു തരി മണ്ണ് പോകാൻ വേണ്ടി പോലും ഞങ്ങൾ അതിനെ നിസ്സാരമായിട്ട് കണ്ടിട്ടില്ല. ഒരു തരി മണ്ണ് പോലും നിസ്സാരമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. കണ്ടത് നിങ്ങളാണ്, കൊണ്ടുകൊടുത്തത് നിങ്ങളാണ്. എനിക്ക് സമയം പറഞ്ഞു. അതെ ശ്യാം, ഒരു മിനിറ്റ് നിർത്തൂ. വസന്ത് പറഞ്ഞ് നിർത്തിയിട്ട് ഞാൻ ശ്യാമിലേക്ക് വരാം. വസന്ത്, എനിക്ക് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരാൾ ഇടപെടുന്നതിൽ യാതൊരു പ്രശ്നമില്ലാത്തൊരു ഡിബേറ്ററാണ്. പക്ഷെ പ്രശ്നം എനിക്ക് എന്റെ ഭാഗത്തു നിന്നുള്ള ടെക്നിക്കൽ ഇഷ്യൂ കാരണം മനസ്സിലായി. ന്യൂസ് 8ന്റെ പ്രശ്നമല്ല, എന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ശേഷം ഞാൻ പറയാം. ഒന്ന്, ശ്യാംരാജെ, 2014 നിങ്ങളുടെ നരേന്ദ്രമോദി മറ്റേ മഴ പറഞ്ഞുണ്ടാക്കിയതാണ് ഇന്ത്യ എന്നുള്ള പഠനവും അങ്ങനെയുള്ള ചിന്തയൊക്കെ നിങ്ങളുടെ മാരാർജി ഭവനിൽ നടത്തുന്ന ക്ലാസ്സുകളിൽ, പാർട്ടി സ്റ്റഡി ക്ലാസ്സുകളിൽ നിങ്ങൾ കൊടുത്താൽ ഏക്കുമായിരിക്കും. പക്ഷെ അത് ചാനൽ ചർച്ചയിലും ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പറയാൻ നിൽക്കരുത്. 2, ഇന്ത്യൻ ആത്മാഭിമാനം നിങ്ങൾ വൈറ്റ് ഹൗസിന്റെ തിണ്ണയിൽ കൊണ്ടുപോയി പടിയറവ് വെച്ചു എന്നതിൽ യാതൊരു സംശയമില്ല. അത് ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾ പറയുന്നത് ട്രംപിന് ആര് മറുപടി കൊടുക്കാനാണ് എന്ന് ചോദിച്ചാൽ JD വാൻസ് അങ്ങനെയല്ലല്ലോ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ട്രംപിന്റെ കൂട്ടത്തിലല്ലല്ലോ ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി റൂബിനെ അങ്ങനെയല്ലല്ലോ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലിയർ കട്ടായി പറയണം, അമേരിക്കയ്ക്ക് ഇതിൽ യാതൊരു ബിസിനസ്സും ഇല്ല. അമേരിക്ക ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദിസ് ബിസിനസ്. ഇതിനകത്ത് നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറയാനുള്ള ആർജവം ഇന്ത്യയാണ് കാണിക്കുന്നത്. അത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട പോരാ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പറയുന്ന സർവകക്ഷി യോഗത്തിൽ നിന്ന് ഒളിച്ചോടി ബീഹാറിൽ പോയി പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മിനിമം അതും പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. UN പോയി ഞങ്ങൾക്ക് ആരുടെ ഉപദേശം വേണ്ടെന്ന് വമ്പ് പറഞ്ഞ് തിരിച്ചു വന്ന നമ്മളുടെ വിദേശകാര്യമന്ത്രി, ഇപ്പോൾ നമ്മളുടേത് ഞാൻ പറയും, കാര്യം ഈ ആസന്നമായ സമയത്ത് നമ്മുടെ വിദേശകാര്യമന്ത്രി എന്നേ ഞാൻ പറയുകയുള്ളൂ. ആ വിദേശകാര്യമന്ത്രി ജയശങ്കർ മിനിമം അമേരിക്കക്കെങ്കിലും മറുപടി കൊടുക്കാനുള്ള ആർജവം കാണിക്കണം. എന്നിട്ട് വേണം ഈ 2014 പെട്ടെന്നൊരു ദിവസം പരശുരാമൻ വന്നു, അദ്ദേഹം മഴ അറിഞ്ഞു. ആ മഴ അറിഞ്ഞപ്പോൾ ഇന്ത്യ സ്വയംഭൂവായി. അപ്പോൾ പരശുരാമൻ ഇതാ സ്വയംഭൂവായ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ അധികാര കേന്ദ്രം ഏൽപ്പിച്ചു. അദ്ദേഹം ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ അതിർത്തികളും ലംഘിച്ചിങ്ങനെ പിടിച്ചിരിക്കുന്നത് 56 ഇഞ്ചിന്റെ നെഞ്ചളവിന്റെ ഉള്ളിലാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മിനിമം ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ച ഇന്ത്യയുടെ ദുർഗശക്തിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ നിങ്ങളുടെ പഴയ നേതാക്കളെങ്കിലും തിരുത്തിയിട്ട് വേണം അത്തരം വർത്തമാനം പറയാൻ എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാൻ